ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു എന്നുള്ളതാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ മുൻ AAP സർക്കാരിനെതിരെയുള്ള CAG റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമെന്ന് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഡൽഹി മുൻ മുഖ്യമന്ത്രി അതിഷിയെ ഡൽഹി നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി AAP തെരഞ്ഞെടുത്തു. ER രാഗേഷ് തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നത്. രാഗേഷ്, പതിറ്റാണ്ടുകൾക്ക് ശേഷം ആണ് BJP അധികാരത്തിൽ എത്തുന്നത്. പ്രകടന പത്രികയിൽ ഒട്ടേറെ വാഗ്ദാനങ്ങളുണ്ട്. അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം BJPക്ക് സ്വാഭാവികമായും ഉണ്ട്. അതിനിയും 5 വർഷം വരെ സമയവുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ AAPക്കെതിരായ ആരോപണങ്ങൾ, കഴിഞ്ഞ സർക്കാരിനെതിരായ ആരോപണങ്ങൾ, ഒരുപക്ഷെ ഈ മദ്യനയം പോലെയുള്ള വിഷയങ്ങളിൽ ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിൽവാസം അനുഭവിച്ചത് എങ്കിൽ ഇനിയും കൂടുതൽ കുരുക്കുമുറുക്കുന്ന നടപടികൾക്ക് കൂടി, അതായത് ഭരണം ഒരു ഭാഗത്ത് പോകുമ്പോൾ തന്നെ കഴിഞ്ഞ സർക്കാരിനെതിരായ ആരോപണങ്ങൾ, വിമർശനങ്ങൾ, അഴിമതിയുണ്ടെങ്കിൽ അതെല്ലാം തുറന്നു കാണിക്കുക, അത്തരം നീക്കം കൂടിയാണല്ലോ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. അതെ അഭിലാഷ്, വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് BJP ഇന്ന് സഭാ സമ്മേളനത്തിന് എത്തുന്നത്. കാരണം 27 വർഷത്തിന് ശേഷമാണ് അവർക്ക് ഭരണം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ അജണ്ട ഏതായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. പ്രോട്ടം സ്പീക്കറായ അരവിന്ദർ സിംഗ് ലൗലിയാണ് ഇതിന് നേതൃത്വം നൽകുക. വിജേന്ദർ ഗുപ്ത, കഴിഞ്ഞ സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു വിജേന്ദർ ഗുപ്തയാണ് സ്പീക്കറായി ഏതായാലും ചുമതലയേൽക്കുക. വിജേന്ദർ ഗുപ്തയെ സംബന്ധിച്ച് കഴിഞ്ഞ സഭാ സമ്മേളനത്തിൻ്റെ കാലയളവിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് വാച്ച് ആൻഡ് വാർഡുകൾ പുറത്താക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ സ്പീക്കർ പദവിയിലേക്ക് എത്തുന്നു. മോഹൻ സിംഗ് ബിഷ്ടിനെയാണ്, മുസ്തഫാബാദിൽ നിന്നുള്ള MLA ആണ്, അദ്ദേഹത്തെയാണ് ഡെപ്യൂട്ടി സ്പീക്കറായി നിയമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സഭാ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുന്നത് CAG റിപ്പോർട്ടുകളാണ്. വിവിധ റിപ്പോർട്ടുകൾ ഏതായാലും ഈ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഏതാണ്ട് 1 ഡസൻ റിപ്പോർട്ടുകൾ വരും എന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ തന്നെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹി മദ്യനയ അഴിമതി തന്നെയാണ്. കാരണം ഈ CAG റിപ്പോർട്ട് ഏതാണ്ട് 2000 കോടിയിലധികം രൂപയുടെ നഷ്ടം ഖജനാവിനുണ്ടായി എന്ന് പരാമർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്ന് വലിയ രീതിയിൽ പ്രചാരണ വിഷയമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ CAG റിപ്പോർട്ട് നാളെ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഏതായാലും വലിയ പ്രതിഷേധത്തിന് ഈ വിഷയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. CAG റിപ്പോർട്ട് ആയുധമാക്കാനുള്ള നീക്കം BJP ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ, ഗതാഗത മേഖലയിൽ ഒക്കെ തന്നെ വലിയ അഴിമതി ആം ആദ്മി പാർട്ടി സർക്കാർ നടത്തിയിട്ടുണ്ടെന്ന ആരോപണം BJP ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് CAG റിപ്പോർട്ട് കൂടി ഈ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ ഈ CAG റിപ്പോർട്ടുകളെ കുറിച്ച് പ്രതികരിച്ചു കഴിഞ്ഞു. അതായത് BJPക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് എന്ന പ്രതികരണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും 3 ദിവസമേ ഉള്ളൂ സമ്മേളനമെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് ഇത് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, BJPയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു 2500 രൂപ പ്രതിമാസം സ്ത്രീകൾക്ക് നൽകുമെന്നുള്ളത്. അത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു, അതിഷി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അപ്പോൾ അതിഷി പ്രതിപക്ഷ നേതാവായി ചുമതല ഏൽക്കാൻ പോകുന്നു. സ്വാഭാവികമായും രേഖ ഗുപ്തയും അതിഷിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി ഈ സഭാ സമ്മേളനം മാറാനും സാധ്യതയുണ്ട്. അഭിലാഷ്.